എമി ഓടിപ്പിടഞ്ഞു വന്നു നിന്നത് കാർത്തികയുടെ മുന്നിലായിരുന്നു. അവളുടെ നോട്ടത്തിന് മുന്നിൽ എമി മുഖം കുനിച്ചു. കാർത്തിക വർദ്ധിച്ചു വന്ന ദേഷ്യത്തിൽ എമിയുടെ കൈയും പിടിച്ച് റൂമിലേക്ക് പോയി. അകത്തേക്ക് കയറി വാതിൽ ചേർത്തടച്ചു. ഇനി പറ, എമി മേഡത്തിൻ്റെ ഉദ്ദേശം എന്നതാ? ഡീ, ഇവരൊക്കെ വലിയ വീട്ടിലെ ആളുകളാണ്. നിനക്ക് പ്രിയയുടെ മുഖച്ഛായ ഉള്ളത് കൊണ്ടാണ് ഇവിടെ എല്ലാവരും നിന്നെ അങ്ങനെ കാണുന്നത്. അർജുനേട്ടൻ പോലും അങ്ങനെയല്ലേ? നീ ഒരു കുഴിയിൽ പോയി ചാടല്ലേ മോളെ. നീ എനിക്ക് എൻ്റെ സ്വന്തം കൂടെ പിറന്നതിനെ പോലെയാ. നമുക്ക് എത്തി നോക്കാൻ പറ്റാത്ത ബന്ധമാണ്. ഇന്ന് തന്നെ ശേഖരൻ സാറിൻ്റെ വായിൽ നിന്നും വീണത് എല്ലാം നീ കേട്ടതല്ലേ? ഇപ്പോൾ ശേഖരൻ സാർ ഓക്കെ ആണ്. എന്നിട്ടും ഞാനിവിടെ നിൽക്കുന്നത് നിനക്ക് വേണ്ടിയാ. നിനക്ക് നാട്ടിലൊരു ഫാമിലി ഉണ്ട്. അവിടെ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന കുറേ ആളുകളുമുണ്ട്. നിൻ്റെ ഇച്ഛായന്മാർ, അമ്മച്ചി, അപ്പച്ചൻ എല്ലാം നീ മറന്നു പോകല്ലോ മോളെ. അർജുനേട്ടന് നിന്നോട് ഇഷ്ടമാണ്. ഓക്കെ, ആ കണ്ണുകളിൽ ഞാനത് കണ്ടിട്ടുമുണ്ട്. പക്ഷേ അർജുനേട്ടൻ്റെ അമ്മ, അവർ എവിടെ? പിന്നെ രണ്ടാനമ്മ ദേവിക മേഡം, അവർ നിന്നെ ഇവിടെ വാഴിക്കില്ല. അവരുടെ മനസ്സിൽ ആ അഞ്ജലി അവളെ കൊണ്ട് അർജുനേട്ടനെ കെട്ടിക്കണമെന്നാണ്. എനിക്കറിയാം മോളെ, നിൻ്റെ മനസ്സിൽ ആ കുഞ്ഞ് കയറി കൂടിയിട്ടുണ്ട്. പക്ഷേ നീയല്ല അവൻ്റെ അമ്മ. അവന് നീ വളർത്തമ്മ മാത്രമാണ്. പിന്നെ ആ കുഞ്ഞ് അർജുനേട്ടൻ്റെ കുഞ്ഞു കൂടിയല്ല. പിന്നെ നീ എങ്ങനെ ഇവിടെ നിൽക്കും? എമി, നിന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് മോളെ. ഒരിക്കൽ മനസ്സിൽ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ഇറക്കി വിടാനോ മറക്കാനോ കഴിയില്ല. പിന്നെ ആ ഒരു വേദനയിൽ ജീവിക്കേണ്ടി വരും. എനിക്കറിയാം കാർത്തിക. പക്ഷേ എനിക്കിനി അർജുനേട്ടനെ വിട്ട് എവിടെയും പോകാൻ കഴിയില്ല. അർജുനേട്ടൻ വീട്ടിൽ വന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് നിൻ്റെ ഇച്ഛായന്മാർ സമ്മതിക്കുമോ? അറിയില്ല. പക്ഷേ അതൊക്കെ അർജുനേട്ടൻ നോക്കിക്കൊള്ളാം എന്നെനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. നീ വിഷമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല മോളെ. എല്ലാം ശരിയാകും എന്ന് നമുക്ക് ആശ്വസിക്കാം. നീ ഇവിടെ കാണുമല്ലോ. ഞാനൊന്ന് പോയി കുളിച്ചിട്ട് വരാം. അതും പറഞ്ഞ് എമി ടവലും എടുത്ത് ബാത്റൂമിലേക്ക് പോയി. പെട്ടെന്നാണ് എമിയുടെ ഫോൺ ശബ്ദിച്ചത്. കാർത്തിക ഫോണിലേക്ക് നോക്കി. പരിചയമില്ലാത്ത ഒരു നമ്പറാണ്. ഇതിപ്പോൾ ആരായിരിക്കും? ആരായാലും അവൾ വന്നിട്ടെടുക്കും. അതും പറഞ്ഞ് കാർത്തിക സ്വന്തം ഫോൺ തോണ്ടാൻ തുടങ്ങി. വീണ്ടും അതേ നമ്പറിൽ നിന്നും കോൾ വന്നതും കാർത്തിക, ഇനി വല്ല എമർജൻസി കോളുമായിരിക്കുമോ? അത് പറഞ്ഞ് കാർത്തിക കോൾ അറ്റൻഡ് ചെയ്തു. ചെവിയിലേക്ക് വെച്ചു. ഹലോ എന്ന് പറയുന്നതിന് മുന്നേ മറുതലക്കിൽ നിന്നും, എവിടെ പോയി കിടക്കുമായിരുന്നടി? അതൊരു പുരുഷൻ്റെ ശബ്ദമായിരുന്നു. ആ ചോദ്യം കേട്ടതും കാർത്തികയ്ക്ക് വിറഞ്ഞു കയറി. ഹേ മിസ്റ്റർ, ഫോൺ എടുത്താൽ മിനിമം ഹലോ എന്ന് പറയാനുള്ള മാനേഴ്സ് ഉണ്ടാകണം. അല്ലാതെ പോടി എടി എന്നൊക്കെയല്ല വിളിക്കേണ്ടത്. കാർത്തികയുടെ പറച്ചിൽ കേട്ടതും ജോമോൻ ചെവിയിൽ നിന്നും ഫോൺ മാറ്റി നമ്പർ ഇത് തന്നെ അല്ലേന്ന് എന്ന് ഉറപ്പ് വരുത്തി. ഇത് രണ്ടും പറയാൻ നീ ആരാടി? ദേ പിന്നെയും ഡീ 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 എന്ന് തന്നെ പെണ്ണുമ്പിളെ പോയി വിളിക്കടോ. ഡീ പുല്ലേ. പുല്ലല്ല, വൈക്കോല്. താൻ ആരാടോ? പെൺപിള്ളേരോട് എങ്ങനെ പെരുമാറണമെന്ന് പോലും അറിയാത്ത താനൊക്കെ എന്തിനാ ഫോണും കയ്യിൽ കൊണ്ട് നടക്കുന്നത്? തന്നെ ഉണ്ടല്ലോ, വെച്ചിട്ട് പോടോ. അതും പറഞ്ഞ് കാർത്തിക കോൾ കട്ട് ചെയ്തു. നഖം കടിച്ച് അങ്ങനെ ഇരുന്നു. രണ്ടും കൂടി പറയേണ്ടതായിരുന്നു. പെട്ടെന്നാണ് കുട്ടി യാഥാർത്ഥ്യത്തിലേക്ക് വരുന്നത്. അയ്യോ, ഇത് തൻ്റെ ഫോണല്ലല്ലോ, എമിയുടേതല്ലേ? ആരാ എന്താ ഒന്നും ചോദിച്ചില്ല. വെറുതെ വഴക്കുണ്ടാക്കി കട്ടും ചെയ്തു. കാർത്തിക ഒരു നിമിഷം എന്തോ പോയ എന്തിനെ പോലെ ഇരുന്നു. ഇതേ സമയം തന്നെ എമി ബാത്റൂം ഡോർ തുറന്ന് പുറത്തേക്ക് വന്നു. ഡി കാർത്തി, ആരാ വിളിച്ചത്? അതറിയില്ലടി. ഞാൻ എടുത്തപ്പോൾ കട്ടായി. എന്തോ അവൾക്ക് അങ്ങനെ പറയാനാണ് തോന്നിയത്. വീണ്ടും എമിയുടെ ഫോണിലേക്ക് കോൾ വന്നതും കാർത്തിക ഒന്ന് ഞെട്ടി. ഡി, എന്തോന്നടി, കോൾ വന്നതാ? ഇതാരാ ഇപ്പോൾ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? അതും പറഞ്ഞ് എമി ഫോൺ കൈകളിലേക്ക് എടുത്തു. ഡി, ഇതെൻ്റെ ഇച്ചായനാ. ഏതിച്ചായൻ? ഡി, രണ്ടാമത്തെ ജോമോൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ? ജോമോൻ ഇച്ചായൻ ജിജോ ചായനെ പോലെയല്ല.
പുള്ളി കുറച്ച് ഫ്രീഡമായിട്ടാണ് എന്നോട് സംസാരിക്കുക. എൻ്റെ ദൈവമേ, ഞാൻ അവളുടെ ഇച്ഛായനോടാണോ ഇങ്ങനെയൊക്കെ സംസാരിച്ചത്? വരെ വരെ നീ ரொம்ப ഓവറടി കാർത്തിക. അത് സ്വയം പറഞ്ഞ് ബാത്റൂമിലേക്ക് തടി തപ്പി കാർത്തിക. ആ ഇച്ചായ പറ. മോളെ, നിൻ്റെ റൂമിലാരാ മലയാളിയുള്ളത്? എന്താ ഇച്ചായ? അത് കാർത്തിക, അവളേ ഉള്ളൂ. എന്ത് പറ്റി ഇച്ചായ? അവളെന്തേലും പറഞ്ഞോ ഇച്ചായനെ? ഏയ് ഇല്ല, എന്നെ എന്ത് പറയാൻ? ഞാൻ വിളിച്ചത് മറ്റൊരു കാര്യം ചോദിക്കാനാ. നീ വരില്ലേ എൻഗേജ്മെൻറ്റിന്? നോക്കട്ടെ ഇച്ചായ, വരുമെങ്കിൽ ഞാൻ അമ്മച്ചിയെ വിളിച്ച് പറയാം. ആ ശരി. ആ വെക്കല്ലേ വെക്കല്ലേ. ആ മറ്റവളുടെ പേരെന്താ എന്നാ പറഞ്ഞേ? ഏത് മറ്റവൾ? നിൻ്റെ ഫ്രണ്ട്? ഓ അവളോ, കാർത്തിക. ഓ ശരി. കോൾ കട്ട് ചെയ്തതും ജോമോൻ മീശയൊന്ന് പിരിച്ചു. കാർത്തിക, എന്നേലും എൻ്റെ കയ്യിൽ അവളെ കിട്ടാതിരിക്കില്ല, അവൻ മനസ്സിലായി പറഞ്ഞു.